കൊടിയത്തൂർ PTM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയ ഗാന്ധി സ്ക്വയർ, ലൈബ്രറി, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഓഫീസ് എന്നിവ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി സ്ക്വയറിന്റെ ഉദ്ഘാടനം ലിൻഡോ ജോസഫ് MLA നിർവഹിച്ചു. മഹാത്മാഗാന്ധിയെ പോലും ചരിത്രത്തിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരുന്ന കാലത്ത് ഗാന്ധിയൻ ആശയങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ യുവതലമുറയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂൾ ക്യാമ്പസിൽ ഗാന്ധി സ്ക്വയറും വിദ്യാർത്ഥികൾക്ക് നല്ല പുസ്തകങ്ങൾ വായിക്കാൻ അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ വിശാലമായ ലൈബ്രറിയും സ്കൗട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി കൊടിയത്തൂർ PTM ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ് ഓഫീസും ഒരുക്കിയത്. സ്കൂളിലെ NSS യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾ കലോത്സവ നഗരിയിൽ തട്ടുകടയൊരുക്കി ലഭിച്ച തുക ഉപയോഗിച്ചാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്ര പോരാട്ടങ്ങളിൽ സ്വാതന്ത്ര്യസമര സേനാനികളുടെയും ഗാന്ധിയൻ ആശയങ്ങളുടെയും പങ്ക് പുതിയ തലമുറയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗാന്ധി സ്ക്വയർ സ്ഥാപിച്ചത്. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ സമാഹരിച്ച 2000-ഓളം പുസ്തകങ്ങളാണ് ലൈബ്രറിയിലുള്ളത്. ഗാന്ധി സ്ക്വയറിൻ്റെ ഉദ്ഘാടനം ലിൻഡോ ജോസഫ് MLA നിർവഹിച്ചു. മഹാത്മാഗാന്ധിയെ പോലും ചരിത്രത്തിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരുന്ന കാലത്ത് ഗാന്ധിയൻ ആശയങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. വിദ്യാലയം അധ്യാപകരുടെയും മാനേജ്മെന്റിന്റെയും അല്ല, വിദ്യാലയം എന്നും ആരുടേതാണ്? വിദ്യാർത്ഥികളുടേതാണ്. ഗാന്ധിയെ എപ്പോഴും ഓർമ്മപ്പെടുത്തേണ്ടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഇപ്പോൾ TV ചാനലുകളിലും ചില പത്രമാധ്യമങ്ങളൊക്കെ വരുന്ന വാർത്ത കണ്ടാൽ നമ്മുടെ രാഷ്ട്രപിതാവ് തോക്കെടുത്ത് സ്വയം വെടിവെച്ച് മരിച്ചു എന്നാണ് തോന്നുക. നാളൊരു ചാനൽ ചർച്ചയിൽ ഒരാൾ ഘോരഘോരം പ്രസംഗിക്കുന്നതിനിടയിൽ അദ്ദേഹം അറിയാതെ പറഞ്ഞുപോയി, ചെറുതായിട്ടൊന്ന് വെടിവെച്ച് കൊന്നതല്ലേ ഉള്ളൂ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഗാന്ധിയെക്കുറിച്ചുള്ള ഓർമ്മകളെ ഇല്ലാതാക്കാൻ, ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഈ രാജ്യമാക്കി മാറ്റുന്നതിന് മുഖ്യ പങ്ക് വഹിച്ച രാഷ്ട്രപിതാവിനെ കുറിച്ചുള്ള ഓർമ്മകളെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ ഇവിടുത്തെ കലോത്സവത്തിൻ്റെ വേദികളിൽ NSSൻ്റെ വളണ്ടിയർമാരായിട്ടുള്ള നിങ്ങളെല്ലാവരും ചേർന്ന് നടത്തിയ വലിയ ഒരു ഇടപെടലിൻ്റെ ഒരു പ്രതിരൂപമാണ് താഴെയിരിക്കുന്ന ഗാന്ധിയുടെ പ്രതിമ. സ്കൗട്ട് ആൻഡ് ഗൈഡ് ഓഫീസ് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. കവിത നിർവഹിച്ചു. സ്കൂൾ ലൈബ്രറിയുടെ ഉദ്ഘാടനം മാനേജർ ബാലത്തിൽ ബാപ്പു നിർവഹിച്ചു. ചടങ്ങിൽ PTA പ്രസിഡന്റ് SA നാസർ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഹമ്മദ് കുട്ടി പൂളത്തൊടി, NSS റീജിയണൽ കോർഡിനേറ്റർ S. രജിത്ത്, സ്കൂൾ പ്രിൻസിപ്പൽ MS ബിജു, NSS മാവൂർ ക്ലസ്റ്റർ കോർഡിനേറ്റർ സില്ലി B. കൃഷ്ണൻ, സ്കൂൾ SMC ചെയർമാൻ C. ഫസൽ ബാബു, PTA വൈസ് പ്രസിഡന്റ് ഷെരീഫ് അമ്പലക്കണ്ടി, NSS പ്രോഗ്രാം ഓഫീസർ KT സലീം തുടങ്ങിയവർ സംസാരിച്ചു. AP നാസർ, KP മുഹമ്മദ്, KC ലുക്മാൻ, ഫഹദ് ചെറുവാടി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. CTV പ്രാദേശിക വാർത്ത മുക്കം.